ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചേമ്പിൻ താൾ കൊണ്ടുള്ള ഒരു കറിയാണ്. കർക്കിടക മാസത്തിൽ നമ്മൾ ധാരാളം ഇലക്കറികളൊക്കെ കഴിക്കാറുണ്ടല്ലേ. ഈ മാസം നമ്മൾ പത്തിലക്കറിയൊക്കെ തയ്യാറാക്കാറുണ്ട്. ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കേണ്ട ഒരു മാസമാണല്ലേ കർക്കിടകം. നാട്ടുമ്പുറത്ത് പറമ്പിലൊക്കെ ചേമ്പ് ധാരാളമായിട്ട് കാണും. ഈ ചേമ്പിൻ താൾ കൊണ്ട് നിരവധി വിഭവങ്ങൾ നമുക്ക് തയ്യാറാക്കാം. ചേമ്പിൻ താൾ കൊണ്ടുള്ള തോരൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഈ നാടൻ താളുകറി വളരെ ഹെൽത്തിയാണ്. ഫൈബർ കണ്ടൻറ്റൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് ഡയബറ്റിക്സ് ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ കറി. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ താളുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള താള് മുറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള താള് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം അതിൻ്റെ നാരെല്ലാം ചീവിയെടുക്കാം. അപ്പോൾ നാരെല്ലാം ചീവിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് താള് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഫുള്ളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി കഴുകിയതിന് ശേഷം നമുക്കിത് ഊറ്റിയെടുത്ത് വയ്ക്കാം. ഇനി ഒരു 100 ഗ്രാം തൂരപ്പരിപ്പ് നന്നായി കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പരിപ്പ് മുങ്ങിക്കിടക്കത്തക്ക വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേമ്പിൻ താള് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടിയും ചേർത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഒറ്റ വിസിൽ വരുന്നവർ മാത്രമേ വേവിക്കാവൂ, അധികം വേവിക്കരുത്. ഇനി താള് അധികം വേവുന്നത് ഇഷ്ടമില്ലാത്തവർ കുക്കർ അടച്ചു വെച്ചിട്ട് വേവിക്കേണ്ട, തുറന്നു വെച്ച് തന്നെ വേവിച്ചാൽ മതി. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്തിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പുളി അധികം വേണ്ട. പുളി ചേർത്തിട്ടും പുളി ചേർക്കാതെ ഈ കറി തയ്യാറാക്കാം. കുറച്ച് പുളി ചേർക്കുമ്പോഴാണ് കേട്ടോ ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഒരു അരമുറി നാളികേരം, 4 പച്ചമുളകും കുറച്ച് ജീരകവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുക്കർ ഒരു വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റീം പോയതിന് ശേഷം തുറന്ന് നോക്കാം. താളൊക്കെ പതേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സ്റ്റവ് ഓണാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പച്ചമുളകിൻ്റെ എരിവാണ് ഈ കറിക്ക് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ പിളർന്നത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിച്ച് വെച്ചിട്ടുള്ള പുളിവെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാം. പുളിയൊക്കെ താളിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. പുളി പാകമാണോ എന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അത് പുളിയൊക്കെ നല്ല കറക്റ്റാണ്. കറി ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. മിക്സി കഴുകിയെടുത്തിട്ടുള്ള കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം. അപ്പോൾ ഉപ്പും എരിവും പുളിയൊക്കെ നല്ല പാകമാണ്. അപ്പോൾ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കരിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. കൂടെ 2 വറ്റൽമുളകും കരിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചേമ്പിൻ താള് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. നല്ല ടേസ്റ്റിയാണ്. ചൂടോടുകൂടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചേമ്പിൻ തണ്ട് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.